തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ UDF വിപുലീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. അതിന്റെ പൊരുൾ ഇപ്പോൾ മനസ്സിലാക്കുകയാണ് രാഷ്ട്രീയ കേരളം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്താനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടതോടെയാണ് LDF നിന്ന് ഘടകകക്ഷികൾ ഇപ്പോൾ UDFന്റെ വാതിൽക്കൽ മുട്ടുന്നത്. നിയമസഭാ ജനപ്രതിനിധികളുള്ള പാർട്ടിക്ക് UDF മുൻതൂക്കം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനൊപ്പം വീണ RJDയും ഇപ്പോൾ ഇടത് ക്യാമ്പിൽ നിന്ന് മടങ്ങാനുള്ള ലക്ഷ്യത്തിലാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ 293 സീറ്റാണ് LDFൽ നിന്ന് RJDക്ക് അനുവദിച്ചു കിട്ടിയത്. ഇതിൽ തന്നെ ജയിക്കാനായത് വെറും 63 സീറ്റുകളിൽ മാത്രമാണ്. അതായത് മത്സരിച്ച 80% സീറ്റുകളിലും ശ്രേയാംസ് കുമാറിന്റെ പാർട്ടി തോറ്റുപോയി എന്ന് കാണാം. നിലവിൽ ഒരു MLA മാത്രമാണ് പാർട്ടിക്കുള്ളത്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയ KP മോഹനൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM അന്തസ്സായി കാലുവാരിയതോടെയാണ് തങ്ങൾ തോറ്റതെന്നാണ് RJD കേരള ഘടകം വിളിച്ചു പറയുമ്പോൾ തങ്ങളെ പുറത്താക്കിയാൽ ഒന്നുമില്ല എന്ന നടപടിയിലാണ് പാർട്ടി നിൽക്കുന്നത്. LDFൽ നിന്ന് പുറത്താക്കിയാൽ UDFന്റെ വാതിൽ തങ്ങൾക്ക് മുന്നിൽ തുറക്കുമെന്ന ചിന്ത RJDക്ക് ധൈര്യം നൽകുന്നുണ്ട്. നേരത്തെ LDFനെതിരെ രൂക്ഷ വിമർശനമാണ് ശ്രേയാംസ് കുമാർ നടത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ നിന്ന് കാര്യമായ സഹായം RJDക്ക് കിട്ടിയില്ലെന്നാണ് ശ്രേയാംസ് കുമാർ പറഞ്ഞത്. കോഴിക്കോട് കോർപ്പറേഷനിൽ അടക്കം RJD സ്ഥാനാർത്ഥികളെ കാലുവാരിയതായി പരാതികൾ ഉണ്ടെന്നും MV ശ്രേയാംസ് കുമാർ ആരോപിച്ചിരുന്നു. പരാതികൾ LDF യോഗത്തിൽ അവതരിപ്പിക്കാനുള്ള നീക്കമാണ് നേതാവ് നടത്തുന്നത്. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിലെ പാരഡി ഗാനത്തിനെതിരെ കേസെടുക്കാനുള്ള നീക്കത്തിനെതിരെയും നേരത്തെ ശ്രേയാംസ് കുമാർ എതിർത്തിരുന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ശ്രേയാംസ് കുമാറിന്റെ UDF പ്രവേശനത്തിലേക്കാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും അത്രമേൽ പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ RJD കൂടെ നിന്നാൽ മിനിമം 2 സീറ്റ് ഈ ഘടകകക്ഷിയിൽ നിന്ന് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. 293 സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ ആകെ 63ൽ ജയിക്കാനായത് RJDയുടെ ഏറ്റവും മോശം പ്രകടനമാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നും ഒരു അംഗത്തെ പോലും വിജയിപ്പിക്കാൻ RJDക്ക് സാധിക്കാത്തത് വലിയ നാണക്കേടാണ് പാർട്ടിക്ക് സമ്മാനിക്കുന്നത്. RJD കേരള ഘടകം രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ടാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ RJD സംപൂജ്യനായി മടങ്ങുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ തോൽവിക്ക് പിന്നാലെ ഇടതു മുന്നണിക്കുള്ളിൽ കാലുവാരൽ പരാതിയുമായി RJD രംഗത്ത് വന്നതും നമ്മൾ കണ്ടു. മത്സരിച്ച 5 സീറ്റുകളിലും RJD ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. പരാജയത്തിന് കാരണം CPMലെ ചില പ്രാദേശിക നേതാക്കളാണെന്ന് ചൂണ്ടിക്കാട്ടി CPM സംസ്ഥാന കമ്മിറ്റിക്ക് RJD ജില്ലാ നേതൃത്വം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. UDF തരംഗത്തിൽ ഇടതുമുന്നണി അല്പമെങ്കിലും പിടിച്ചുനിന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ ഘടകകക്ഷിയായ RJDയുടെ നില ദയനീയമാണ്. ലഭിച്ച 5 സീറ്റുകളിലും തോറ്റു. മാവൂർ റോഡ്, മൂന്നാലുങ്കൽ, നടക്കാവ് ഡിവിഷനുകളിൽ 3ാം സ്ഥാനത്തായി സ്ഥാനാർത്ഥികൾ. CPM പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും സഹകരിക്കുന്നില്ലെന്നും ജയസാധ്യത ഉണ്ടായിരുന്ന നടക്കാവ് വാർഡിൽ ഉൾപ്പെടെ CPM നേതാക്കൾ കാലുവാരിയെന്നുമാണ് RJDയുടെ പരാതി. RJD പ്രാദേശിക നേതൃത്വത്തിന്റെ കാലുവാരൽ പരാതി സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുന്നുണ്ട്. ഇടതുമുന്നണിക്കുള്ളിൽ വിഷയം അവതരിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ പറഞ്ഞതും അതുകൊണ്ടാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ ആദ്യമായാണ് RJDക്ക് കൗൺസിലിൽ അംഗത്വം ഇല്ലാതാകുന്നത് എന്ന ചിന്ത പാർട്ടിയെ വലയ്ക്കുന്നുണ്ട്. ജില്ലാ LDF യോഗത്തിലടക്കം വിഷയം ശക്തമായി ഉന്നയിക്കാനും നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെടാനുമാണ് RJD നീക്കം നടത്തുന്നത്. വയനാടാണ് നിലവിൽ RJDയുടെ തട്ടകം. അവിടെ നിന്ന് ആകെ ജയിക്കാനായത് 2 സീറ്റുകളിൽ മാത്രമാണ്. ഈ രീതിയിൽ LDF തുടർന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലം തൊടില്ല എന്ന ബോധ്യം RJDക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുന്നണി വിടാനുള്ള സാധ്യതകൾ RJD തേടുന്നത്.